എല്ലാ ആളുകളും അവരുടെ സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങും. എന്നിട്ട് അവർ അതിൽ നിന്ന് ഏണിങ്സ് കിട്ടിക്കഴിഞ്ഞാൽ അവർ അത് സ്വന്തമായിട്ട് എടുക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ കൂട്ടായ്മ അത് വ്യക്തികളുടെ ആയിട്ടുള്ളൊരു കൂട്ടായ്മയായിട്ടല്ല ഞാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ പ്ലാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും അവർക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റിൽ അവർക്ക് ഇഷ്ടപ്പെട്ട വിഷയങ്ങളിൽ ക്ലാസ്സുകൾ എടുക്കാം. ആ ക്ലാസ്സുകൾ നമുക്ക് സെൻഡ് ചെയ്തു തരാം. അത് നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പബ്ലിഷ് ചെയ്യും. അങ്ങനെ പബ്ലിഷ് ചെയ്തിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും ഏണിങ്സ് കിട്ടുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ചാനൽ തുടങ്ങുന്നേ ഉള്ളൂ, ഭാവിയിൽ അത് മോണിറ്റൈസായി അതിൽ നിന്ന് ഏണിങ്സ് കിട്ടുകയാണെങ്കിൽ അത് മുഴുവനായിട്ടും നിങ്ങളുടെ എഫേർട്ടിൽ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണെങ്കിൽ, നിങ്ങളുടെ എഫേർട്ടിൽ മുഴുവനായിട്ട് എടുത്തിട്ടുള്ള ഒരു ചാനലാണെങ്കിൽ അത് നമ്മളുടെ ചാനലിൽ പബ്ലിഷ് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന ഏണിങ്സ് മുഴുവനും ആ വ്യക്തികൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. ഇതൊരു കമ്മ്യൂണിറ്റി ചാനലാണ്, ഒരു വ്യക്തിയുടെ ചാനലായിട്ടല്ല ഞാനിതിനെ ഉദ്ദേശിക്കുന്നത്. കൂട്ടായിട്ട് വളരുക എന്നുള്ളതാണ്. നമുക്ക് അറിയാം, പല ആളുകൾക്കും യൂട്യൂബ് ചാനൽ നടത്തുന്ന പല ആളുകൾക്കും അറിയാം ഒരു യൂട്യൂബ് ചാനൽ എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടാണ് അവർ ഇത് വളർത്തിക്കൊണ്ടുവരുന്നത്. നമ്മൾ ഡെയിലി പോസ്റ്റ് ഇടണം, ഡെയിലി വീഡിയോ ഇട്ടില്ലെങ്കിൽ അതിൻ്റെ റീച്ച് താഴേക്ക് പോകും. ഇങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ടുള്ളൊരു യൂട്യൂബ് ചാനലാണെങ്കിൽ അതിനുണ്ടാകുന്ന ചില ഡ്രോബാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഫേർട്ട് മൊത്തം നമ്മളെടുക്കണം. വീഡിയോ നമ്മളെടുക്കണം, അത് എഡിറ്റ് ചെയ്യണം, വോയിസ് ഓവർ കൊടുക്കണമെങ്കിൽ വോയിസ് ഓവർ കൊടുക്കണം, അത് കട്ട് ഷോട്ട് ചെയ്ത് 5 മിനിറ്റ് 10 മിനിറ്റ് ആക്കണം. അതാണ് ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്ന ഒരു കാര്യം. ഇത് വീഡിയോ എഡിറ്റിങ്ങിലാണ് ഏറ്റവും കൂടുതൽ സമയം പോകുന്ന ഒരു കാര്യം. എന്നിട്ടും നമ്മൾ കഷ്ടപ്പെട്ട് ഇതൊക്കെ ചെയ്ത് വീഡിയോ ഇട്ടതിന് ശേഷം നമുക്ക് ആളുകൾ കാണുന്നില്ല, നമുക്ക് വ്യൂസ് കിട്ടുന്നില്ല. പല ആളുകൾക്ക് അത് നിരാശയാവും, നിർത്തിപ്പോവും. 1000 സബ്സ്ക്രൈബറൊക്കെയാണ് അതിൻ്റെ ഒരു പരിധി എന്ന് പറയുന്നു എന്നുണ്ടെങ്കിലും 1000 സബ്സ്ക്രൈബറും വാച്ച് അവറും എല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷവും വീഡിയോസ് ഇടുമ്പോൾ വരുമാനം കൃത്യമായിട്ട് വരാതിരിക്കുക. അപ്പോൾ പല ആളുകളും നിരാശരായിട്ട് നിർത്തും. അപ്പോൾ നമ്മളുടെ ഈ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കൂട്ടായ്മയാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കിപ്പോൾ ഒരു 100 ആളുകളുണ്ടെങ്കിൽ ഈ 100 ആളുകൾ എല്ലാവരുടെയും ഒരു കൂട്ടായിട്ട് എഫേർട്ടാണ്. അവർ വീഡിയോസ് എടുക്കുന്നു, ക്ലാസ്സുകൾ ഏത് വിഷയത്തിൻ്റെ ക്ലാസ് വേണമെങ്കിലും എടുക്കാം, വീഡിയോസ് എടുക്കുന്നു, എഡിറ്റ് ചെയ്യാൻ പറ്റുന്നവർ എഡിറ്റ് ചെയ്ത് നമുക്ക് അയച്ചു തരുന്നു. അപ്പോൾ നമുക്കിപ്പോൾ ഒരാളുടെ വീഡിയോ ഒരു ദിവസം ഇട്ട് കഴിഞ്ഞാൽ അടുത്ത ദിവസം ഇടാം. അങ്ങനെ നമുക്കിപ്പോൾ ഒരു വർഷത്തിൽ ഒരു 100 പേരൊക്കെ ഉണ്ടെങ്കിൽ ഒരു വർഷത്തിൽ നമുക്ക് ഒരു വീഡിയോ വെച്ച് അയച്ചു തന്നാൽ പോലും ഡെയിലി വീഡിയോ ഇടാനുള്ള കണ്ടൻറ്റ് ഇവിടെ കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു കൂട്ടായ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഈ കൂട്ടായ്മ നല്ല രീതിയിൽ വളരും ചെയ്യും. അതിനുശേഷം നമുക്ക് ഓഫ്ലൈൻ അക്കാഡമിയോ ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാം. ഇപ്പം നിലവിൽ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം വഴിയാണ് നമ്മൾ ഈ ഒരു അക്കാഡമി റൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അക്കാഡമി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ പേരിലുള്ളതല്ല, നമ്മൾ കൂട്ടായ്മയാണ്. നമ്മൾ കൂട്ടായിട്ട് ഈ ഒരു സംവിധാനത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാവിധ സപ്പോർട്ടും ഓരോ വ്യക്തികളുടെ കയ്യിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്.